ഹായ് ഹലോ ഗായ്സ്, എല്ലാവർക്കും ഡി ഫോർ ഡയാന വ്ലോഗിലേക്ക് സ്വാഗതം. ഗായ്സ്, അപ്പോൾ ഇന്ന് വളരെ സാഡായിട്ടുള്ളൊരു കാര്യം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പം ആക്ച്വലി ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. എനിക്ക് തീരെ താല്പര്യമില്ല ഇത് വീഡിയോ ചെയ്യുന്നതിലൂടെ. പക്ഷേ എന്തായാലും നിങ്ങൾ ഈ കാര്യം അറിഞ്ഞിരിക്കണമെന്ന് എനിക്ക് ഒരാഗ്രഹം തോന്നി. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അങ്ങനെ ആർക്കും അറിയാത്തൊരു കാര്യമാണ്. അപ്പം എന്താ പറയുക, നിങ്ങളോട് എനിക്കിത് അറിയിക്കണമെന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാൻ ഒത്തിരി വട്ടം ആലോചിച്ചു ഇത് ചെയ്യണോ വേണ്ടയോ എന്ന്. പക്ഷേ ഇത് നിങ്ങളെല്ലാവരും ഇത് അറിഞ്ഞിരിക്കേണ്ട ഒരു അത്യാവശ്യമാണെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുകയാണ്. അപ്പം എന്താ പറയുക, വളരെ സാഡായിട്ടുള്ള വിഷയമാണ് ഗായ്സ്. ഇപ്പോൾ കാര്യം വേറെ ഒന്നുമല്ല, നമ്മുടെ അടുത്തുനിന്ന് ഒരാൾ നമ്മളെ വിട്ട് പോയേക്കുവാണ്. അപ്പോൾ അവനെ പറ്റിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പം എനിക്ക് കരയാനുള്ള ശക്തിയില്ല, കാരണം ഒരുപാട് വിഷമിച്ചു അവനെ ഓർത്ത്. അപ്പം ഞാൻ പറയാം, എന്താ സംഭവം എന്ന് ഞാൻ പറയാം. അപ്പോൾ നമുക്ക് നമ്മുടെ പുഴയിലേക്ക് പോകുന്ന വഴിക്ക് നമുക്ക് 4 പൂച്ചക്കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇവരെ കിട്ടിയിട്ട് ഇപ്പോൾ 2-3 ആഴ്ച ആയിട്ടുണ്ടാവും. അപ്പം ഞാനിവിടെ ഇരിക്കുന്ന ടൈമിലാണ് മമ്മയും വാവാറ്റയും പുഴയിൽ പോയപ്പോഴാണ് അവർക്ക് ഇവരെ കിട്ടുന്നത്. ആരോ കളഞ്ഞ് കിട്ടുന്നതാണ്. അപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പം നിങ്ങൾ എന്തായാലും വന്ന് കാണുക. അപ്പം നമുക്കങ്ങനെ ആദ്യം 3 പേരെ കിട്ടി, പിന്നെ നമുക്ക് ഒരാളെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടുകയാണ് ചെയ്തത്. അങ്ങനെ 4 തങ്കക്കുടങ്ങളെ ദൈവം നമുക്ക് തരുവാണ് ചെയ്തത്. 4 പേരും ഇവിടെ വളരെ ഹാപ്പി ആയിട്ടാണ് കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ 4 പേരും നമ്മളോട് വളരെ സ്നേഹമാണ്. അപ്പം അതാരാ നിങ്ങൾക്ക് അറിയുമായിരിക്കുമല്ലേ, നമ്മുടെ കുഞ്ഞ് മണിക്കുട്ടി, പിന്നെ നമ്മുടെ കല്ലു, പിന്നെ നമ്മുടെ മറ്റേവൻ കണ്ണപ്പൻ. അപ്പോൾ കണ്ണപ്പനെയാണ് നമുക്ക് ലാസ്റ്റ് കിട്ടിയത്. അപ്പോൾ അത് 2 പേര് കരിമ്പൂച്ചകളായിരുന്നു. പിന്നെ 2 പേര് നമ്മുടെ മണിക്കുട്ടിക്ക് ഗ്രേ കളറും നമ്മുടെ കുഞ്ഞിന് ഒരു ഓറഞ്ച് കളറുമായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് ലാസ്റ്റാണ് നമുക്ക് കണ്ണപ്പനെ സെപ്പറേറ്റ് ആയി കിട്ടുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ആരോ അവരെ കളഞ്ഞതാണ്. എങ്കിലും അത് നന്നായി എന്നാണ് ഞാൻ പറയുള്ളൂ. കാരണം നമുക്ക് പൂച്ചേനകളെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മൾ ഇവരെ നന്നായിട്ട് കെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് പെട്ടെന്ന് ഒരാൾക്ക് ഒരു സംഭവം സംഭവിക്കുന്നത്. അപ്പോൾ അതാണ് ഞാനിന്ന് നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പം ഞാൻ നിങ്ങളോട് പറയാം, നമ്മുടെ ഫെബ്രുവരി മാസം 22-ാം തീയതി രാത്രി, ശനിയാഴ്ചയാണ്, അന്ന് രാത്രിക്കാണ് ഈ ഒരു കാര്യം നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇപ്പുറത്തേക്ക് വന്നു. നമ്മൾ ടി വിയും കണ്ടുകൊണ്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് നമ്മളിങ്ങനെ ഇരിക്കുന്ന ടൈമിലാണ് പെട്ടെന്ന് ഒരു അലറിച്ച വീടിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് കേൾക്കുന്നത്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് നമ്മുടെ വീട്ടിലുള്ള മൃഗങ്ങളുടെ വയർ നിറച്ചിട്ടേ നമ്മൾ ഫുഡ് കഴിക്കുകയുള്ളൂ. അപ്പം അവർ മിണ്ടാപ്രാണികളാണ്, അവർക്ക് പറയാൻ പറ്റില്ല വിശക്കുക നമ്മൾ മനുഷ്യന്മാരെ പോലെ. അതുകൊണ്ട് തന്നെ അവരുടെ വിശപ്പ് നമ്മൾ കണ്ടറിഞ്ഞ് ഒരു സാധനത്തിന് നമ്മൾ വളർത്തുവാണെങ്കിൽ അവർക്ക് ഫുഡ് കൊടുക്കാന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അവരെ വളർത്താൻ പാടുള്ളൂ. അല്ലാതെ വെറുതെ നമ്മൾ കൊണ്ടിട്ട് അതുങ്ങളെ പട്ടിണിക്കേണ്ട കാര്യം. അവരെ അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവർ ജീവിച്ചോളും. അപ്പോൾ നമ്മൾ ഇവരെയൊക്കെ വളർത്തുമ്പോൾ അവർക്കുള്ള ഫുഡും കൂടി നമ്മൾ കൊടുക്കണം. അങ്ങനെ അവർക്കുള്ള ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇപ്പുറത്ത് വരുന്നത്. അങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു അലർച്ച കേൾക്കുന്നത്. ഗായ്സ്, ഇപ്പോൾ ഇവിടെ ഒരുപാട് വവ്വാലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കാടിൻ്റെ നടുക്കായതുകൊണ്ട് തന്നെ, ചുറ്റിനും കാടായതുകൊണ്ട് തന്നെ എന്തൊക്കെ സൗണ്ടുകളൊക്കെ രാത്രിക്കൊക്കെ നമുക്ക് കൂവുന്നതും കാറുന്നതൊക്കെ നമ്മൾ കേൾക്കും. നമ്മൾ വലുതായിട്ട് മൈൻഡ് ആക്കൂല. പിന്നെ കൂടുതലും വവ്വാലുകളാണ് ഇങ്ങനെ ശബ്ദിച്ചുകൊണ്ട് നടക്കാറുള്ളത്. അപ്പം ഈ സൗണ്ട് പെട്ടെന്ന് കേട്ടപ്പം നമ്മൾ ഇഗ്നോർ ചെയ്ത് വിടുവാണ്, അയ്യോ വവ്വാലായിരിക്കും. പക്ഷേ വവ്വാല് കടി കൂടി ഒരു 3-4 പ്രാവശ്യം സൗണ്ട് റിപ്പീറ്റ് ആയിട്ട് നമുക്ക് കേൾക്കാൻ കഴിയും. പക്ഷേ ഈ സൗണ്ട് ഒറ്റ പ്രാവശ്യം കരഞ്ഞ ആളെ പെട്ടെന്ന് അവിടെ വെച്ച് സ്റ്റോപ്പ് ആവുകയാണ് ചെയ്തത്. അപ്പം ഇങ്ങനെ സൗണ്ട് സ്റ്റോപ്പായ പാടെ അമ്മയ്ക്ക് പെട്ടെന്ന് സംശയം തോന്നി, അയ്യോ പൂച്ചക്കുഞ്ഞുങ്ങൾ എവിടെയെന്ന് അമ്മ പെട്ടെന്ന് ചോദിച്ചു. പെട്ടെന്ന് അമ്മ അങ്ങനെ ചോദിച്ചു. അമ്മ വേഗം എഴുന്നേറ്റ് അടുക്കളയിലേക്ക് ഓടി, പുറകെ വാവാറ്റ് എഴുന്നേറ്റ് ഓടി. അപ്പം നമ്മളങ്ങനെ ടി വി കണ്ടുകൊണ്ടിരിക്കുമല്ലേ. അപ്പം ഞാനൊന്നും വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല കേട്ടോ. അപ്പോഴേക്കും വാവാറ്റയും അമ്മ അടുക്കളയിൽ ചെന്നിട്ട് പറഞ്ഞു, അയ്യോടാ പൂച്ചക്കുഞ്ഞിനെ ഒരെണ്ണത്തിനെ കാണുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അമ്മ ലൈറ്റും തെളിച്ച് താഴേക്ക് ഓടി. മരത്തിൽ നിന്ന് എന്തോ ചാടുന്ന ഒരു ഒച്ചയും കൂടി കേട്ടു. അമ്മ ഇപ്പോൾ വേഗം മരത്തിലേക്ക് ലൈറ്റ് തെളിച്ച് നോക്കുകയാണ്. ഇത് കേട്ട്
പൂച്ചക്കുഞ്ഞിനെ ഒരാളെ കാണുന്നില്ല എന്ന് കേട്ട പാടെ എൻ്റെ അടിവയറിൽ നിന്ന് പെട്ടെന്നൊരു പാമ്പ് ഒരു മിന്നൽ വേഗത്തിലൊരു സാധനം എന്നെ ചങ്കത്ത് വന്നിട്ട് ഒറ്റ പൊട്ടങ്ങ് പൊട്ടി. എന്താ എനിക്കറിയില്ല, പെട്ടെന്ന് അത് കേട്ടപ്പോൾ തന്നെ പെട്ടെന്ന് ഷോക്കായിപ്പോയി. അങ്ങനെ ഞാനും പൈങ്കിളിയും കൂടി വേഗം കട്ടിലിൽ നിന്ന് ചാടി ഇറങ്ങി. അമ്മച്ചിയൊക്കെ ഫുള്ള് ടെൻഷനടിയാണ്, എന്താ പോയി നോക്കുന്നൊക്കെ പറയുന്നത്. അങ്ങനെ വേഗം ലൈറ്റൊക്കെ എടുത്ത് പറമ്പിലേക്ക് ഇറങ്ങി. രാത്രി ആയതുകൊണ്ട് തന്നെ പല കാട്ടുമൃഗങ്ങളും ഉണ്ടാകും, ഇഴജന്തുക്കളും ഉണ്ടാകും. അപ്പം നമുക്കൊന്നാമത്തെ കണ്ണും കാണില്ല, നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ നമുക്ക് പറ്റുന്ന പോലെ നമ്മൾ തിരയാണ്. അപ്പോൾ ആരെ കാണാതായെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കല്ലൂനെയാണ് കാണാതായത്. അങ്ങനെ ഞാൻ വേഗം ഇപ്പുറത്തെ സൈഡിലേക്ക് ലൈറ്റ് വിളിച്ച് നോക്കുന്നു. അപ്പോഴാണ് മമ്മ മരത്തിൻ്റെ മുകളിൽ നിന്ന് ഒരു അത്ഭുതം കാണുന്നത്. എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ മരത്തിൻ്റെ ചില്ലകളിലേക്ക് ഒരു സാധനം എടുത്ത് ചാടിപ്പോകുന്നു. അതിൻ്റെ വായിൽ എന്തോ അത് കടിച്ച് പിടിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് മമ്മ. അപ്പോൾ അത് മൊത്തത്തിൽ ബ്ലാക്കാണ്, അതിൻ്റെ വായിലിരിക്കുന്നതും കറുപ്പാണെന്ന് പറഞ്ഞപ്പോഴേക്കും ടെൻഷൻ നമുക്ക് കൂടി. അപ്പം മമ്മ പെട്ടെന്ന് മിന്നായം പോലെ കണ്ടു, അത് പെട്ടെന്ന് ചാടി ഇവിടെ തൊട്ട് താഴെ ഒരു പന നിൽപ്പുണ്ട്. അപ്പോൾ ആ കരിമ്പനേൻ്റെ പൊക്കത്തേക്ക് ചാടിപ്പോയിന്ന് അമ്മ പറഞ്ഞു. അങ്ങനെ വേഗം നമ്മൾ കരിമ്പനേനെ ലക്ഷ്യമാക്കി നമ്മൾ ലൈറ്റ് അടിച്ച് നോക്കുകയാണ്. നോക്കുന്ന സമയത്ത് കരിമ്പനയിൽ നിന്ന് ഒരു 6-8 കണ്ണുകളൊക്കെ പല സ്ഥലത്തു നിന്ന് ഇങ്ങനെ കണ്ണുകൾ മിന്നിത്തിളങ്ങുന്നത് കാണാം. നമ്മൾ ഈ ലൈറ്റ് അടിക്കുന്ന ടൈമിൽ നമുക്കറിയാലേ, പൂച്ചേൻ്റെയും പട്ടീൻ്റെയൊക്കെ കണ്ണിലേക്ക് അടിക്കുമ്പോൾ അവരുടെ കണ്ണിങ്ങനെ തിളങ്ങൂലേ, അതേപോലെ മരത്തിൽ നിന്ന് ഇങ്ങനെ. അപ്പം നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ ഓർക്കുന്നു മിന്നിയാന്ന് ഓർത്തു. പിന്നെ മനസ്സിലാവുന്നത് നമ്മളെ തന്നെ വീക്ഷിക്കുന്നുണ്ട് കുറേ കണ്ണുകൾ. അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോയി. ഇതെന്താ സംഭവം എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല, എന്തിൻ്റെ കണ്ണാണ് തിളങ്ങുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. മാത്രമല്ല കല്ലൂനെ കാണാത്ത ഒരു വെപ്രാളം എല്ലാവർക്കും ഉണ്ട്. നമ്മൾ മൊത്തത്തിൽ കരച്ചിലായി, പിഴിച്ചിലായി, വിഷമായി, സങ്കടമായി. മൊത്തത്തിൽ അവൻ്റെ ഓർമ്മകളും കാര്യങ്ങളൊക്കെ വന്നിട്ട് നമുക്ക് എന്താ അറിയത്തില്ല ഗായ്സ്, എന്താ ചെയ്യേണ്ടത്. നമുക്കൊരു ഒരു 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 അവസ്ഥയായിരുന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ ആദ്യം ഓർത്തത് കണ്ണപ്പനെയാണ് കാണാതായെന്നാണ് ഓർത്തത്. പക്ഷേ കണ്ണപ്പനും കല്ലും ബ്ലാക്ക് രണ്ടുപേരും ഒരേപോലെയാണ്. പിന്നെ കണ്ണപ്പൻ്റെ കാലിലൊരു മുറിവുണ്ടായിരുന്നു അവൻ എടുത്തുകൊണ്ട് വന്നിരിക്കുന്ന ടൈമിൽ. അതുകൊണ്ട് തന്നെ ആ ഒരു അടയാളം ഉള്ളതുകൊണ്ട് തന്നെ കല്ലൂനെയാണ് കൊണ്ടുപോയതെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പം ഇതെന്താണ് നമ്മുടെ കല്ലൂനെ കൊണ്ടുപോയേ, കല്ലൂന് എന്താ പറ്റിയേ, എന്താ സംഭവം എന്നൊന്നും നമുക്കിവിടെ മനസ്സിലാവുന്നില്ല. അങ്ങനെ നമ്മൾ മൊത്തത്തിൽ ടെൻഷൻ അടിച്ച് എന്താണ് ആ പനേൻ്റെ പൊക്കത്ത് കാണുന്ന കണ്ണുകളെന്ന് നമ്മൾ അങ്ങനെ ലൈറ്റ് അടിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ടൈമിലാണ് പെട്ടെന്നൊരു സാധനം മരത്തിൽ നിന്ന് അങ്ങോട്ട് മാറുന്ന കണ്ടത്. അപ്പോൾ ആ സാധനം ഇങ്ങനെ മാറുന്ന കണ്ടപ്പോഴേ നമ്മളെല്ലാവരും തന്നെ ലൈറ്റ് അടിക്കുന്നുണ്ട്. നമുക്ക് ശരിക്കും അതിന് രൂപം കാണാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ വേറൊന്നുമല്ല, മരപ്പട്ടി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുമായിരിക്കും. അപ്പം ഈനാമ്പേച്ചിക്ക് കൂട്ട് മരപ്പട്ടി എന്നൊക്കെ നമ്മൾ പറയില്ല, അതുപോലെ തന്നെ മരപ്പട്ടിയാണ് സാധനം. അപ്പം ഈ ജീവികൾ, അതായത് ഈ ജീവി പ്രസവിച്ച് അതിനൊരു 3-4-5 കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് അത് ഈ പനേൻ്റെ മുകളിലാണ് അത് ജീവിക്കുന്നത്. അപ്പം നമുക്കത് മനസ്സിലായിട്ടുണ്ട്. വേഗം പനേൻ്റെ പോളേൻ്റെ ഉള്ളിൽ നിന്ന് അതിൻ്റെ കുഞ്ഞുങ്ങൾ ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തള്ളയും അതിൻ്റെ പൊക്കത്തുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇത് 2 ഇവിടെയുണ്ട്, 2 അപ്പുറത്താണ്, 2 ഇപ്പുറത്താണ്. അങ്ങനെ ഇത് മരങ്ങളിലേക്ക് ഇങ്ങനെ ചാടി കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രംഗമാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ കറക്റ്റായിട്ട് ഇതിങ്ങളെ നമ്മൾ നോക്കുന്ന ടൈമിൽ ഇതിൻ്റെ വായിൽ, നമ്മൾ കണ്ട ഇതിൻ്റെ വായിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കുന്ന ടൈമിൽ നമുക്ക് ക്ലിയർ ആവുന്നില്ല. കാരണം ഒന്നാമത്തെ നിങ്ങൾ ആലോചിക്കണം, ഇരുട്ടാണ്. അപ്പം നമുക്ക് തീർച്ചയായിട്ടുണ്ട് നമ്മുടെ കണ്ണപ്പൻ ഇവരാണോ പിടിച്ചതെന്ന് നമുക്കൊരു സംശയം ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും വന്നിട്ട് പിടിച്ചുകൊണ്ട് പോയതാണോ എന്നാൽ ഒന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. ഈ കണ്ണപ്പനല്ല, സോറി ഗായ്സ്, കല്ലു കേട്ടോ, എനിക്ക് പേര് മാറിപ്പോയേ. നമ്മുടെ കല്ലു തിരിച്ചു വരുമോ എന്നുള്ളൊരു പ്രതീക്ഷയും കൂടി നമുക്ക് ആ കൂടെ ഉണ്ടായിരുന്നു. കാരണം അതുങ്ങളുടെ വായിലൊന്നും അവനെ കാണുന്നുമില്ല. അപ്പോൾ അവൻ ഇനിയിപ്പോൾ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുമായിരിക്കും, കളിക്കുമായിരിക്കും എന്നൊക്കെ ഓർത്തു. അപ്പോഴും നമ്മൾ ആശ്വസിക്കുക, ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ അവനൊന്നും പറ്റരുത്, അവൻ തിരിച്ചു വരണേന്നാണ് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ ഉണ്ടാകുന്ന ഓരോ പൂച്ചക്കുഞ്ഞുങ്ങളെയും നമ്മൾ അത്രയും കെയർ ചെയ്ത് മരുന്ന് വാങ്ങി കൊടുത്താണ് നമ്മൾ അവരെ വളർത്തുന്നത്. അപ്പോൾ ദൈവം നമുക്ക് 4 പേരെ നമുക്ക് തരുമ്പോൾ നമ്മൾ അതേപോലെ അവരെ കെയർ ചെയ്യണ്ടേ. സത്യം പറഞ്ഞാൽ ഗായ്സ്, മൃഗങ്ങൾക്കാണ് നന്ദിയുള്ളൂ, മനുഷ്യർക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്ദിയില്ല. തിന്ന ചോറിന് പോലും മനുഷ്യന്മാർ നന്ദി കാണിക്കൂല. പക്ഷേ മൃഗങ്ങൾക്ക് എന്നും മനുഷ്യന്മാരോട് തീറ്റ കൊടുത്താലും തീറ്റ കൊടുത്തില്ലെങ്കിലും സ്നേഹവും നന്ദി അവർക്ക് എന്നും ഉണ്ടാകും. അത്രയും നമ്മൾ പൊന്നുപോലെ നോക്കിയാൽ നമ്മുടെ കല്ലൂനെ പെട്ടെന്ന് കാണുന്നില്ല. ഇപ്പോൾ നമ്മൾ മൊത്തത്തിൽ അറിയത്തില്ല ഗായ്സ്, നമ്മൾ എല്ലായിടത്തും അങ്ങനെ തിരയാണ്, മരത്തിലേക്ക് ലൈറ്റ് അടിച്ച് നോക്കുകയാണ്. അപ്പോഴൊന്നും ഇവനെ കാണുന്നില്ല. അങ്ങനെ ഏകദേശം രാത്രി 10 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. അപ്പം അങ്ങനെ ഞങ്ങളൊരു 11:30 മണി വരെ ഞങ്ങൾ മൊത്തം തിരച്ചിലും വിളിക്കലും ഒക്കെ ആയി ഞങ്ങൾ അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ അറ്റ് ലാസ്റ്റ് ഞങ്ങൾ തിരച്ചിൽ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ്.
ഉമ്മച്ചി പറഞ്ഞു ഇനി നിങ്ങൾ കാട്ടിലേക്കൊന്നും പോയി നോക്കണ്ട, കാരണം കാട്ടിൽ നിന്ന് എന്തൊക്കെയോ ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്, ഇനിയിപ്പോൾ വല്ല ജീവികളും എന്തോ ഒന്നും നമുക്കൊന്നും സത്യം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ തന്നെ നമ്മൾ വേഗം ഗൂഗിൾ ചെയ്യാണ് ഈ ഈ ജീവി, അതായത് ഈ മരപ്പട്ടി എന്ന് പറയുന്ന ജീവി ഇത് എന്തിനെങ്കിലും, അതായത് നമ്മുടെ പൂച്ചേനെയൊക്കെ പിടിച്ച് തിന്നുവോ എന്താണെന്നൊന്നും നമുക്കറിയത്തില്ല. അപ്പോൾ തന്നെ ഞങ്ങൾ വേഗം ഗൂഗിൾ ചെയ്തു. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ജീവി നമ്മുടെ കാപ്പിക്കുരുക്കളൊക്കെയാണ് കൂടുതലായിട്ടും കഴിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ അതിൻ്റെ അവശിഷ്ടമൊക്കെ കാണാൻ കഴിയും, കഴിച്ചിട്ടിട്ടേക്കുന്നതിൻ്റെയൊക്കെ അവശിഷ്ടം നമ്മൾ കണ്ടിട്ടുമുണ്ട്. അപ്പം ഈ ജീവികൾ മനുഷ്യനെ ആക്രമിക്കുമോ മൃഗങ്ങളെ ആക്രമിക്കുമോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല. അപ്പോൾ നമ്മളങ്ങനെ ഗൂഗിൾ ചെയ്ത് നോക്കുന്ന ടൈമിൽ ഈ ജീവി ഞണ്ട്, തവള, പൂച്ച ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പിടിച്ച് കഴിക്കും. അതുപോലെ തന്നെ ഇത് മാംസഭുക്കും സസ്യഭുക്കുമാണ്. അതുകൊണ്ട് തന്നെ ഇത് എന്ത് തരം ഫുഡുകളും ഇത് കഴിക്കും. അപ്പോൾ പൂച്ചക്കുഞ്ഞിനെ കണ്ടപ്പം അത് ഓൾറെഡി പ്രസവിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ കല്ലൂനെ പിടിച്ചുകൊണ്ട് പോയതാണെന്നുള്ള കാര്യത്തിൽ നമുക്കൊരു ഡൗട്ട് അവിടെ തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എവിഡൻസ് ഒന്നും നമുക്ക് കല്ലൂൻ്റെ ഒരു പൊടി പോലും നമുക്ക് കിട്ടിയിട്ടില്ല. പെട്ടെന്നൊരു കാർച്ച കേട്ട് നമ്മൾ ഓടി വന്ന് നോക്കുമ്പോൾ അവൻ അപ്രത്യക്ഷമാണ്. അപ്പോൾ നമ്മൾ ഇവർക്ക് ഫുഡ് കൊടുത്തിട്ട് പോയ ആ തക്കത്തിനാണ് ആ സാധനം വന്ന് ഇവനെ പിടിച്ചുകൊണ്ട് പോയിരിക്കുന്നത്. അപ്പം അങ്ങനെ ഇവൻ്റെ ഒരു എവിഡൻസും കിട്ടിയിട്ടില്ല. എന്തെങ്കിലും ഒരു തെളിവ് കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കാമെന്ന് ഓർത്ത് നമ്മളങ്ങനെ ഫുള്ള് ടെൻസ്ഡായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനായിരുന്നു ഗൈസ് അത്. സത്യം പറഞ്ഞാൽ ഇവിടെയുള്ള ഓരോ ആനിമൽസും നമ്മുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളാണ്. അപ്പോൾ നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗത്തിന് ഒരു എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റിയാൽ നമുക്ക് എങ്ങനെയായിരിക്കും, അതേപോലെ തന്നെ മൊത്തത്തിൽ നമ്മൾ ഡൗൺ ആയിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള മൃഗങ്ങൾക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ നമുക്ക് വരുന്നതിന് തുല്യമാണ്. കാരണം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ മൃഗങ്ങൾ നമുക്കുള്ളത്. നമുക്ക് വരുന്ന ആപത്ത് തട്ടി മാറി മൃഗങ്ങളെ ഏറ്റെടുക്കുക എന്നുള്ളതാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അങ്ങനെ നമ്മൾ മൊത്തത്തിൽ ടെൻഷനായിട്ട് നമ്മളങ്ങനെ എങ്ങനെയൊക്കെയോ രാവിലെ നമ്മൾ ഉറക്കം തള്ളി നീക്കി നമ്മൾ എങ്ങനെയൊക്കെയോ രാവിലെ ആക്കി. അങ്ങനെ മൊത്തത്തിൽ നമ്മൾ ടെൻഷൻ അടിച്ച് നമ്മൾ രാവിലെ എഴുന്നേറ്റ പാടെ നമ്മൾ ഓടിപ്പോയി നോക്കിയത് നമ്മൾ ആ പനേൻ്റെ ചുവട്ടിലായിരുന്നു കേട്ടോ. അങ്ങനെ ഈ പനേൻ്റെ ചുവട്ടിൽ വന്ന് നോക്കിയ ടൈമിൽ നമുക്ക് ഒരു എവിഡൻസും അവിടെ നിന്ന് കിട്ടിയിട്ടില്ല. അപ്പം നമുക്ക് മുഴുവൻ ഡൗട്ട് ആവുകയാണ്, ഇനിയിപ്പോൾ ആ ജീവി തന്നെയാണോ പിടിച്ചത്, ഇനി അവനെ രാവിലെ ആയിട്ടും കണ്ടിട്ടില്ല, ഞങ്ങൾ പ്രാർത്ഥിച്ച് കിടന്നത് അവൻ തിരിച്ച് വരണേന്നാണ്. പക്ഷേ പ്രാർത്ഥന ദൈവം കേട്ടില്ല, എന്തോ അറിയത്തില്ല. ചില സമയങ്ങളിൽ ദൈവം കണ്ണടയ്ക്കും, അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയത്തില്ല. ദൈവം പ്രാർത്ഥന കേട്ടില്ല, അതിൻ്റെ ജീവൻ അത്രയായിരിക്കും ഉണ്ടായിരിക്കുള്ളൂ. ഒരിക്കലും വിധിയെ നമുക്ക് മാറ്റാൻ പറ്റില്ല എന്നല്ലേ പറയുക. അങ്ങനെ ദൈവത്തിനോട് പ്രാർത്ഥിച്ച് എഴുന്നേറ്റിട്ടും നമുക്ക് നമ്മുടെ കല്ലൂനെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, അവൻ തിരിച്ചു വരുമെന്നാണ് ഞാൻ ഓർത്ത്. പക്ഷെ അവൻ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നില്ല. അവൻ്റെ ജഡമെങ്കിലും എവിടെ നിന്നെങ്കിലും കിട്ടുമെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൊത്തത്തിൽ പരിശോധിച്ചത്. നമുക്ക് എവിടെ നിന്നും നമുക്കും അതിൻ്റെ ഒരു എവിഡൻസ് രാവിലെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതുപോലെ തന്നെ നമ്മുടെ 3 പൂച്ചകൾ ഓൾറെഡി മിസ്സിങ് ആയിട്ടുമുണ്ട്. അപ്പോൾ ഇതിന് മുമ്പാണ് നമ്മുടെ ശേഖരൻ, പിന്നെ നമ്മുടെ ഈ ഒടിയന് തൊട്ട് മുമ്പുണ്ടായിരുന്ന ഒരു ഒടിയനുണ്ട് അവൻ, അതേപോലെ തന്നെ സുന്ദരി എന്ന് പറഞ്ഞിട്ടൊരു പൂച്ചയുണ്ട്. ഇവരെ 3 പേരെയും ഇതേപോലെ തന്നെ രാത്രിയിൽ കാണാതായിട്ടുണ്ട് ഗായ്സ്. അപ്പം നമ്മുടെ ഇവന്മാർ 3 പേരും കാണാതായപ്പോഴും നമ്മൾ ഭയങ്കര ടെൻഷനായിരുന്നു. പെട്ടെന്ന് ഇങ്ങനെ ഒരു രാത്രിക്കാണ് കാണാതായത്. പിറ്റേ ദിവസം മുതൽ നമ്മൾ വിളിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് ഈ പൂച്ചകളൊക്കെ എങ്ങോട്ടേക്കാണ് പോകുന്നത്, എന്താ പോകുന്നതെന്നൊന്നും നമുക്ക് അറിയത്തില്ല. അപ്പം നമ്മുടെ പൂച്ചകൾ എന്ന് പറയുമ്പോൾ എപ്പോഴും ശേഖരൻ ഇവരൊക്കെ നമ്മുടെ കാണാതെ പോയ നമ്മുടെ വീട്ടിലെ പൂച്ചകൾ എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവും. എപ്പോൾ വിളിച്ചാലും ഓടി വരും, എപ്പോഴും വീട്ടിൽ തന്നെ ഉണ്ടാവുന്നവരാണ്. അവർ പെട്ടെന്ന് എങ്ങോട്ടാണ് അവർ കാണാതെ എന്നൊക്കെ ഓർത്ത് നമുക്ക് ഭയങ്കര ടെൻഷനായിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം കാത്തിരുന്നു, 2 ദിവസം കാത്തിരുന്നു, പിന്നെ ആഴ്ചകളായി, മാസങ്ങളായി, ഇപ്പോൾ വർഷങ്ങളായിട്ടും അവരുടെ ഒരു പൊടി പോലും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇനിയിപ്പോൾ ആരെങ്കിലും പിടിച്ച് തിന്നതാണോ എന്നും നമുക്കറിയില്ല, ജീവികളെ ആക്രമിച്ചാണോ നമുക്കറിയില്ല, നമുക്ക് അതിനെപ്പറ്റി ഒന്നും നമുക്ക് അറിവില്ല. അപ്പം ഈ പൂച്ചകൾ ഈ സാധനം പിടിച്ച് കഴിക്കുന്നു എന്ന് പറയുന്നു. പക്ഷേ ഈ ജീവി ചെറിയ പൂച്ചകളെയാണ് അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യത കൂടുതൽ. വലിയ പൂച്ച എന്ന് പറയുമ്പം നമ്മുടെ പുഞ്ചിരിയൊക്കെ ഇവിടെ ഇതിൻ്റെയൊക്കെ മുകളിൽ കിടന്നുറങ്ങുന്നതാണ് നൈറ്റിലൊക്കെ. അപ്പം ഇനിയിപ്പോൾ നമുക്കറിയത്തില്ല കേട്ടോ, അത് വലുതിനെയും പിടിച്ച് കഴിക്കുമോ നമുക്കറിയില്ല. നമ്മളിങ്ങനെ നോക്കിയ ടൈമിൽ പൂച്ചകളെ പിടിച്ച് തിന്നുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ എപ്പോഴും ഒരു കരുതലോടെ നമുക്കിരിക്കേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അറ്റ് ലാസ്റ്റ് നമ്മൾ ഉച്ച കഴിഞ്ഞ് നമ്മൾ പുഴയിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പായിട്ടും കൂടി പനയിലേക്ക് നോക്കുകയാണ്, പനച്ചോട്ടിലേക്ക് നോക്കുകയാണ്. നോക്കുന്ന ടൈമിൽ നമ്മൾ ഞെട്ടിച്ചുകൊണ്ട് ഗായ്സ് നമുക്കൊരു എവിഡൻസ് അവിടെ നിന്ന് കിട്ടുകയാണ്. ഇതിപ്പം അപ്പോഴേക്കും ഞാൻ വേഗം അത് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ
ഇതാ ഈ കാണുന്നതാണ് അത് നമ്മുടെ കല്ലുവിൻ്റെ നമ്മുടെ താഴത്തേക്കോട്ടുള്ള ഭാഗമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാവും. അവൻ്റെ 2 കാലും അവൻ്റെ വാലും മാത്രമാണ് നമുക്ക് അവശിഷ്ടമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഗായ്സ്, അത് കണ്ടപാടെ ശരിക്കും നമ്മൾ ഞെട്ടിത്തരിച്ചു പോവുകയാണ് ചെയ്തത്. എന്തായാലും നമുക്ക് ഇവിടെ ഒരു എവിഡൻസ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ സംശയിച്ച പോലെ തന്നെ ആ ജീവി തന്നെയാണ്. കാരണം ആ പനച്ചോട്ടിൽ നിന്നാണ് നമുക്കിത് ഇപ്പോൾ അത് കിട്ടിയിരിക്കുന്നത്. എന്താ, ഞാൻ ആ പന നിങ്ങൾക്ക് ചൂണ്ടി കാണിച്ചു തരുന്നുണ്ട്. എൻ്റെ അപ്പോഴത്തെ സിറ്റുവേഷൻ വളരെ കഷ്ടമാണ്. അത് എനിക്കെങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ എന്തായാലും നമുക്ക് മനസ്സിലായിട്ടുണ്ട് ആ ജീവി തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നതെന്ന്. അപ്പോൾ അതിൻ്റെ കുഞ്ഞുങ്ങളുടെ എങ്ങാണ്ട് കയ്യിൽ നിന്ന് അത് വീണ് പോയതാണ് ഉച്ച കഴിഞ്ഞ ആ ടൈമിൽ കേട്ടോ. അപ്പോൾ എന്തായാലും ആ ജീവി ഇപ്പോൾ ഒന്നും ഇറങ്ങി വരില്ല. ഞാൻ പറഞ്ഞല്ലോ, ഡേ ടൈമിൽ അത് ഇറങ്ങില്ല, നൈറ്റിലാണ് അത് ഇറങ്ങുള്ളൂ. അപ്പം നമ്മളിത് കണ്ടപാടെ എന്താ പറയണ്ടതെന്ന് അറിയില്ല. കണ്ണപ്പനല്ല, കല്ലുവിൻ്റെ തല ബാക്കി ഭാഗങ്ങളൊന്നും ഇല്ല. സത്യം പറഞ്ഞാൽ ഈ ജീവി അതിൻ്റെ ബ്ലഡെല്ലാം കൂടി വലിച്ചെടുത്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എത്ര ഷാർപ്പായിരിക്കും അതിൻ്റെ ടീത്ത് എന്നൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ കല്ലുവിനെ കടിച്ച് മുറിച്ച് തിന്ന് അതിൻ്റെ വേറൊരു ഭാഗം തലഭാഗങ്ങളൊന്നും നമ്മളിവിടെ കണ്ടിട്ടില്ല. അപ്പോൾ അതൊന്ന് കടിച്ച് മുറിച്ച് തിന്ന കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പാവം നമ്മുടെ കല്ലുവിൻ്റെ ബോഡിയാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. എനിക്കറിയില്ല ഞാൻ എങ്ങനെ വ്യാഖ്യാനിക്കണം എന്ന് എനിക്കറിയില്ല. അപ്പം അതിൻ്റെ ടീത്തിനൊക്കെ എന്തുമാത്രം ശക്തി ഉണ്ടെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ ഇതൊക്കെ നമ്മുടെ മേത്തേക്ക് വീണാലും നമ്മുടെ കാര്യത്തിലും തീരുമാനമാകും. സത്യം പറഞ്ഞാൽ നമുക്കിതൊരു ഭീഷണി തന്നെയാണ്. എന്താ പറയണ്ടതെന്ന് എനിക്കറിയില്ല ഗായ്സ്. ഇപ്പം നിങ്ങൾ കണ്ടു കാണുമല്ലോ എന്താ അവസ്ഥ എന്ന്. കാരണം എനിക്കിനി കരയാൻ എനിക്ക് വയ്യ. കാരണം അത്രമേൽ നമ്മൾ കല്ലുവിൻ്റെ കാര്യം ആലോചിച്ച് നമ്മൾ വിഷമിച്ചു. നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് എൻ്റെ സിറ്റുവേഷൻ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. എനിക്ക് തലവേദന എടുക്കുക ഇതൊക്കെ കൂടി ആലോചിച്ചിട്ട്. അപ്പം എന്തിനും ഒരു സമയമുണ്ട്. എങ്കിലും സത്യം പറഞ്ഞാൽ ഈ ജീവികൾ നമുക്ക് വളരെ ഭീഷണിയാണ്. ഇപ്പോൾ ഇത് ഓൾറെഡി ഇത് പ്രസവിച്ച് ഒത്തിരി കുട്ടികളും ആയിട്ടുണ്ട്. കാര്യം അവർ വന്യമൃഗങ്ങളാണ്. എങ്കിലും നമുക്കിത് ഭയങ്കര ഭീഷണി തന്നെയാണ്. കാരണം ഇനിയിപ്പോൾ നമ്മളെങ്ങാനും രാത്രിക്ക് ഇറങ്ങി നിൽക്കുമ്പോൾ നമ്മുടെയൊക്കെ കഴുത്തിലേക്ക് ചാടിക്കയറി വരുമോ എന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ ഇതിൻ്റെ ടീത്തൊക്കെ ഭയങ്കര ഷാർപ്പാണ്. അപ്പോൾ അതുപോലെ തന്നെ ഞങ്ങൾക്ക് നഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കാണുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ ഒരു പൂച്ചേനെ പോലെ തന്നെ തോന്നും. പട്ടീൻ്റെ മുഖമാണ്, പക്ഷേ ക്യാറ്റിനെ പോലെയൊക്കെ നമുക്ക് തോന്നുകയും ചെയ്യും. വലിയ വാലുകളുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇതൊരു ഭീഷണി തന്നെയാണ് ഈ ജീവി. ഇത് മനുഷ്യരെ ഉപദ്രവിക്കുമെന്ന് നമുക്കറിയില്ല. ഇനിയിപ്പോൾ നമ്മളെങ്ങാനും പുറത്തിറങ്ങുമ്പോൾ മേത്ത് ഞാൻ പറഞ്ഞല്ലോ ചാടി വന്ന്, ഇപ്പം ഞാൻ പറയുകയാണ് നമ്മുടെ പനയിലാണ് ജീവിക്കുന്നത്. അപ്പോൾ പനയിൽ യക്ഷിയുണ്ടെന്ന് പറയുന്നത് സത്യം തന്നെയാണ്. കാരണം ഇതുങ്ങൾ സത്യം പറഞ്ഞാൽ ഒരു നരഭോജികളെ പോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. സത്യം പറഞ്ഞാൽ പേടിയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇത് കണ്ടതിൽ പിന്നെ നമ്മുടെ 3 പൂച്ചക്കുട്ടന്മാരെയും നമ്മളിപ്പം രാത്രി കിടക്കുന്നതിന് തൊട്ട് മുമ്പ് ഇവരെ കൂട്ടിലിടും. ഇവരാണ് രാത്രി ആകുമ്പോഴേക്കും പുറത്തേക്ക് ഇറങ്ങി കളിക്കാൻ വേണ്ടി പോവും. അപ്പോഴാണ് ഇങ്ങനെയുള്ള അറ്റാക്കുകൾ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിവരെ കൂട്ടിലിട്ട് അടച്ച് അടുപ്പിൻ്റെ അടുത്ത് വെക്കും. അപ്പോൾ രാവിലെ ആകുമ്പോൾ വന്ന് നമ്മളവരെ തുറന്ന് വിടും. അപ്പം രാത്രി ആകുമ്പോഴാണ് ഇതുങ്ങൾ ഇറങ്ങാറുള്ളത്. ഇവർക്ക് രാത്രിക്കാണ് കണ്ണ് കാണുന്നത്. ഡേ ടൈമിൽ ഇവർക്ക് കണ്ണ് കാണില്ല. അപ്പോൾ രാത്രിക്കാണ് ഇതുങ്ങൾ വന്നിട്ട് എല്ലാത്തിനെയും അറ്റാക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പേടിയോടെയാണ് ഞങ്ങൾ പൂച്ചക്കുഞ്ഞുങ്ങളെ, അതായത് നമ്മളായാലും ഇവിടെ ഇരിക്കുന്നത്. അപ്പം ഇതൊക്കെയാണ് ഗായ്സ് കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഞാൻ പറഞ്ഞല്ലോ, എനിക്കിത് പറയാതെ ഒരു നിവൃത്തിയില്ലായിരുന്നു നിങ്ങളുടെ അടുത്ത്. അപ്പം ഈ ജീവികൾ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് നമുക്ക് അറിയത്തില്ലായിരുന്നു. നമ്മളും ഇപ്പോഴാണ് അറിയുന്നത്. അപ്പം എന്തായാലും നമ്മുടെ വീട്ടിൽ നിന്ന് ഒരംഗമാണ് പോയിരിക്കുന്നത്. അപ്പം എന്താ പറയുക, എനിക്ക് അതിനുശേഷം എനിക്ക് സത്യം പറഞ്ഞാൽ വീഡിയോ ഇടാനുള്ളൊരു ഇതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാനങ്ങനെ എന്താ പറയുക, നിങ്ങളെയും കൂടി അറിയിക്കണമെന്ന് തോന്നി ഞാനങ്ങനെ വീഡിയോ ചെയ്തതാണ്. പിന്നെ ബാക്കിയുള്ള വീഡിയോകളിലൊന്നും ഞാനത് കഴിഞ്ഞിട്ട് ഞാൻ മെൻഷൻ ചെയ്തിട്ടുമില്ല. അപ്പോൾ ഇതൊരു സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാൻ തന്നെയാണ് ഞാൻ വിചാരിച്ചത്. അവൻ്റെ ബോഡി കണ്ടപ്പോഴാണ് കൂടുതലായിട്ടും ഭയങ്കരമായിട്ട് വിഷമമായത്. അപ്പം ഇതൊക്കെയാണ് കാര്യങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മുടെ മുമ്പ് കാണാതെ പോയ പൂച്ചക്കുട്ടന്മാരെയും ഇത് തന്നെയാണോ പിടിച്ചു തന്നെ നമുക്കറിയില്ല. അതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അവരുടെ പക്ഷേ ഒരു
എവിഡൻസ് പോലും നമുക്ക് എവിടെ നിന്ന് നമുക്ക് കിട്ടിയിട്ടില്ല. ഇത് പിന്നെ കല്ലൂനെ നമുക്ക് അവൻ്റെ അവശിഷ്ടം ആ പനേൻ്റെ ചോട്ടിൽ നിന്ന് നമുക്ക് കിട്ടിയതുകൊണ്ട് നമുക്ക് ഉറപ്പായി. നിങ്ങൾ ആ ഡെഡ് ബോഡി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ പറഞ്ഞല്ലോ, മേലൊക്കെ കടിച്ചു മുറിച്ച് സ്പൈനൽ കോഡ് പോലും ഇല്ലാതെയാണ് അത് തിന്നിരിക്കുന്നത്. അപ്പം നമുക്കത് കണ്ടാൽ മനസ്സിലാകും അത് എത്രമാത്രം ക്രൂരമായ ഒരു മരണമായിരുന്നു നമ്മുടെ കല്ലൂന് സംഭവിച്ചതെന്ന്. എന്തൊക്കെയായാലും അപ്പം ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഇനിയിപ്പോൾ പൂച്ചക്കുഞ്ഞുങ്ങളെ വളർത്തുന്നതും എന്തിനെയായാലും അതെന്തിനെ വേട്ടയാടുമെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ എന്തിനെയായാലും നമ്മൾ കെയർ ചെയ്യേണ്ടത്, ഇപ്പോൾ കെയറിങ് വളരെ അധികമാണ്. അവരെ അങ്ങനെ കെയർ ചെയ്ത് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്താണ് നമ്മളിപ്പോൾ അവരെ വളർത്തിക്കൊണ്ട് വരുന്നത്. അപ്പം ഈ ജീവികളൊക്കെ ഇങ്ങനെ ചെയ്യുന്നുള്ള കാര്യം ഞാൻ നമ്മുടെ കല്ലൂൻ്റെ മരണത്തോടു കൂടിയാണ് മനസ്സിലാക്കുന്നത്. അപ്പം എന്തൊക്കെയായാലും ഇത്രയാണ് ഗൈസ് എനിക്ക് പറയാനുള്ളത്. അപ്പം നമുക്ക് നല്ല അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കണ്ടുമുട്ടാം. പരമാവധി ഞാൻ എല്ലാവരെയും സന്തോഷിപ്പിക്കാനേ നോക്കുന്നുള്ളൂ. പക്ഷേ എന്താ പറയുക, അറിയാലോ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കണ്ടുമുട്ടാം കേട്ടോ. ബൈ.